Assalamualaikum guys, AR Techniques YouTube ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് DT നമ്പർ 1 സീരീസ് 7ൽ വരുന്ന DT100 ഒരു പുതിയൊരു വേർഷൻ സീരീസ് 7ൽ വരുന്ന കിടില മോഡൽ സ്മാർട്ട് വാച്ചാണ്. ഒരു രക്ഷയിൽ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ക സ്മൂത്താണ്, നല്ല അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റി വരുന്ന വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയിലെ മോഡൽ. നമുക്ക് ബോക്സ് കാണാൻ പറ്റും, നല്ല ഫിനിഷിൽ വരുന്ന ബോക്സിലൊക്കെയാണ് വാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ ഫുൾ റിവ്യൂ അഥവാ അൺബോക്സിങ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ വാച്ചിനെ കുറിച്ച് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്, വാട്സപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ്, ഓൾ ഇന്ത്യ കൊറിയർ നമ്മൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രീപെയ്ഡ് ആണ്. ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ഇത് ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ പ്രൊഡക്റ്റ് താല്പര്യമുള്ളവർ ആ ലിങ്കുമായി ബന്ധപ്പെടുകയും ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്, ഒരു പച്ച കളറിൽ വരുന്നൊരു ബോക്സാണ്. അപ്പോൾ വാച്ചിൽ നമുക്ക് ഏജ് ഇതൊക്കെ വെച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ നമുക്ക് DT നമ്പർ 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കാണാൻ പറ്റും DT നമ്പർ 1. അതുപോലെ തന്നെ രണ്ട് ഒരു വാച്ച് ഫീസ് കാണിക്കുന്ന വാച്ചിൻ്റെ ഫോട്ടോ ഉണ്ട്, സീരീസ് 7 എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ വാച്ച്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വെയർ ഫിറ്റ് പ്രോ എന്ന് കാണിക്കുന്നുണ്ട്. സൈഡിൽ നമുക്ക് DT നമ്പർ 1 അതുപോലെ തന്നെ 45mm പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബോക്സിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ദെൻ ബാക്ക് ഭാഗത്തും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ QR കോഡും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോക്സ് നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻ്റർഫേസിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഒരു മുകളിലൊരു ഡ്രൈ ഉണ്ട്, ആ ഡ്രൈ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് ഇൻ്റർഫേസ്. ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റും യൂസർ മാനുവൽ. അപ്പം ഈ ഒരു വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസർ മാനുവലിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാം. ദെൻ സ്കിപ്പ് ചെയ്യുന്നു. ദെൻ നമുക്കൊരു ത്രൂ വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാം. ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ DT100 വന്നിരുന്നത് നമുക്ക് 2 പിൻ മാഗ്നറ്റിക് ആണ്. പക്ഷേ അതിൽ പുതിയ വേർഷനിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ ഇതാണ് നമ്മുടെ ഡിവൈസ്. സീരീസ് 7ൽ വരുന്ന DT നമ്പർ 1 എന്ന ഈ ഒരു മോഡൽ കാണാൻ പറ്റും. പക്ക ഫിനിഷിൽ വരുന്ന ഒരു സീരീസ് 7ൽ വരുന്ന മോഡലാണ്. DT100 കുറിച്ച് അറിയുന്നവർക്ക് കൂടുതൽ പറയേണ്ട ആവശ്യം, അതിൻ്റെ പുതിയ വേർഷൻ ആയതുകൊണ്ട് തന്നെ പക്ക ഫിനിഷാണ്. അതുപോലെ ടച്ച് വളരെ സ്മൂത്താണ്. പിന്നെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ഒന്നും പറയല്ല. ഇതിന് വലിയൊന്നൊരു ഡിസ്പ്ലേ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അത്രയും ക്വാളിറ്റി വരുന്നൊരു കിടിലം മോഡലാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നല്ലൊരു കിടിലം ഒരു സ്ട്രാപ്പ് തന്നെ, നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെ വാച്ചിൻ്റെ കൂടെ ബോക്സിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബട്ടൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സ്ക്രോളിംഗ് ഓപ്ഷനുള്ള ഒരു പവർ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. തൊട്ടടിയിൽ ഒരു മൈക്കിൻ്റെ ഗ്യാപ്പ്, ഇതിന് എക്സ്ട്രാ ഒരു പവർ ബട്ടൺ. 2 ബട്ടൺ നമുക്ക് വർക്കിംഗ് ആണ്. മറുഭാഗത്ത് സീരീസ് 7ൽ വരുന്ന സിംഗിൾ ഹോളിൽ വരുന്ന ഒരു സ്പീക്കറിൻ്റെ ബോക്സിൻ്റെ ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻസർ കാണാൻ പറ്റും. ദെൻ നമുക്ക് വയർലെസ് ചാർജറാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ഉണ്ട്, നല്ല പവറായിട്ടുള്ള മാഗ്നറ്റിക് വന്ന ഒരു മോഡലാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ മെയിൻ ഡിസൈനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓണാക്കാനായിട്ട് അതിൻ്റെ സൈഡ് ബട്ടൺ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കണം, എങ്കിൽ നമുക്ക് പവർ ബട്ടൺ ഒന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വാച്ച് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഡിസ്പ്ലേയുടെ വിഷയത്തിലാണ്. ഓണാകുമ്പോൾ കാണാൻ പറ്റും പക്ക ഫിനിഷിൽ വരുന്നൊരു ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, ഓണായിട്ടുണ്ട്. ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന പോലെ ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഫുൾ സ്ക്രീനാണ് 1 നമ്മുടെ വാച്ചിന് മറ്റൊരു പ്രത്യേകതയാണ്, ഞാൻ പറയാൻ വിട്ടതാണ്, 1.9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലും കൂടിയാണ്. അപ്പോൾ കാണാൻ പറ്റും ഫുൾ സ്ക്രീനാണ്, എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്ന ഒരു കിടിലം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ വാച്ചിൽ നമുക്ക് ഒരുപാട് വാച്ച് ഫീസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വാച്ച് ഫീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്ക്രോൾ ചെയ്ത് നമുക്ക് വാച്ച് ഫീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ വാച്ചിൽ വരുന്നത്, ജസ്റ്റ് എണ്ണ എടുക്കുന്നുണ്ട്, 1 2 3 4 5 6 ഓക്കെ 7 വാച്ച് ഫീസാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ വാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കസ്റ്റം വാച്ച് ഫീസ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. കസ്റ്റം വാച്ച് ഫീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ വെച്ചുള്ള ഫേസ് എന്ത് ചെയ്യാം, നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് വാച്ച് ഫീസാണ്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, വെയർ ഫിറ്റ് പ്രോ. ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്ടം പോലെ വാച്ച് ഫീസാണ് വന്നിരിക്കുന്നത്. മെയിൻ കൺട്രോൾസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം. നമുക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ വാച്ചിൻ്റെ ഡിവൈസ് നെയിം നമുക്ക് നോക്കാൻ പറ്റും. മെയിൻ കൺട്രോൾ സെൻറ്ററിന് എല്ലാ കാര്യങ്ങളും പറ്റും. പിന്നെ വൈബ്രേഷനും ആണോ അതോ സൈലൻറ്റ് മോഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. മ്യൂസിക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൗസ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ ജസ്റ്റ് ഒന്നുകൂടെ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഡ്രിങ്കിങ് ആണ് വരുന്നത്. ഓക്കെ, വാച്ച് പക്ക
വൈബ്രേഷൻ വരുന്നുണ്ട്. ഇതിന് നമുക്ക് ടോർച്ച് വരുന്നുണ്ട്, ഒരു വൈറ്റ് കളറ്. നൈറ്റിലും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആകും ആ ഒരു ടോർച്ചിൻ്റെ ഓപ്ഷൻ. ഇതിന് നമുക്ക് പവർ സേവിങ് മോഡ് അപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ടോട്ടലി വാച്ചിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു. അപ്പോൾ ചാർജ് വളരെ കുറവാണെങ്കിൽ ആ ഒരു പവർ സേവിങ്ങിലിട്ട് നമുക്ക് കൂടുതൽ ടൈം എന്ത് ചെയ്യും, നമുക്ക് വാച്ചിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പക്കായിട്ട് വരുന്ന മോഡലാണ്. നോ റെക്കോർഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ SOS കാണാൻ പറ്റും, അഥവാ ആപ്ലിക്കേഷനുമായി കണ്ടിട്ട് പെയർ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ദെൻ നമുക്ക് BT കോളിങ്ങിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഒരു വലത് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണും ഡാറ്റകളാണ്. ദെൻ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെതറാണ്. എല്ലാം നമുക്ക് ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഒന്നുകൂടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഇനി എക്സ്ട്രാ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് ചോദിക്കണം. നമ്മളെ മെയിൻ ഇൻ്റർഫേസിലേക്ക് ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ടോട്ടലി നമ്മൾ മൊത്തത്തിൽ പറയാൻ നല്ലൊരു ഹൈ ക്വാളിറ്റി വരുന്നൊരു മോഡലാണ്. ഇടത് ഭാഗത്ത് നിന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി യൂസ്ഡ് ആപ്ലിക്കേഷൻ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു മെനു സീൽ പരിചയപ്പെടാം. ഏറ്റവും അടിയിൽ നിന്ന് മുകൾക്ക് സ്ലൈഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു സ്മാർട്ട് സീൽ കാണാൻ പറ്റും. പക്ക ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ സ്ക്രോളിംഗ് ബട്ടൺ സൂമിന് സൂം ഔട്ട് അവൈലബിൾ ആണ്. മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ സ്മൂത്താണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണ്. ഈ സെയിം ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്നൊരു എഫക്റ്റ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പക്ക നീറ്റായിട്ട് വരുന്നൊരു മോഡലാണ്. അപ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 7 യൂസ് ചെയ്യുന്ന ആ ഒരു സ്മൂത്ത് നമുക്ക് ഈ ഒരു മോഡലിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മെയിൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇതിൻ്റെ മെനു സെയിൽസാണ്. മെനു സെയിൽസ് കിങ് എന്ന് തന്നെ പറയാം. 11 മെനു സെയിൽസ് നമുക്കൊരു വാച്ചിൽ അവൈലബിൾ. ഞാൻ ജസ്റ്റ് എല്ലാം ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഇഷ്ടം പോലെ 11 മെനു സെയിൽസാണ്. എല്ലാം നമുക്ക് സ്മൂത്ത് ടച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് കിട്ടണം. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മൂത്താണ് നമുക്ക് ഈ ഒരു DT നമ്പർ 1 മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. അത്രക്കും സ്മൂത്താണ്. അപ്പോൾ നിങ്ങൾ സ്മൂത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ബെറ്റർ മോഡലാണ് DT നമ്പർ 1 എന്ന ഈ ഒരു മോഡൽ. ഓക്കെ, ചില ആൾക്ക് ഫീച്ചേഴ്സ് ആയിരിക്കും വേണ്ടി ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് HW Sunmax ഒക്കെ ഇതിനാണ് പ്രൈസ് കൂടിയ മോഡലാണ്. അങ്ങനത്തെ മോഡലൊക്കെ വരുന്നുണ്ട്. പക്ഷേ സ്മൂത്ത് അതുപോലെ ടച്ച് ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ DT 100 നോർമൽ പ്രൈസിൽ നല്ലൊരു കിടിലൻ മോഡൽ തന്നെയാണ്. അപ്പം ഞാൻ മുഴുവൻ മെനു സെയിൽസ് കാണിച്ചു തന്നു. അത് നമുക്ക് 11 മെനു സെയിൽസ് നമുക്ക് ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും മെനു സെയിൽസ് ഇതുവരെ ഒരു വാച്ചിൽ മാക്സിമം പോയാൽ 6 മെനു സെയിൽസ് ഒക്കെ വരെയാണ് വാച്ചിൽ വരാറുള്ളത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്കിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ECG ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം നമുക്ക് സെൻസറിൻ്റെ സഹായത്തോടെ ചെക്ക് ചെയ്യാം. ദെൻ ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് മ്യൂസിക് കണക്ട് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ സെറ്റിങ്സ് ഒന്നും വരുന്നത് സിമ്പിളായിട്ട് വരുന്ന സെറ്റിങ്സാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ലാംഗ്വേജ് കാണാൻ പറ്റും. ദെൻ ഡയൽ സെറ്റിങ്സാണ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാമെന്നുള്ള ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്. ഡയറക്റ്റ് നമുക്ക് ഡയൽ നമുക്ക് സെറ്റിങ്സിൽ നിന്ന് മാറ്റാൻ പറ്റും. സ്ക്രീൻ ഓഫ് ടൈം വരുന്നുണ്ട്. നമുക്ക് എത്ര നേരം വരെ നമുക്ക് വെക്കണം. അതുപോലെ തന്നെ സൈലൻറ്റ് മോഡ് വരുന്നുണ്ട്. ലെവലും കാര്യങ്ങളും വൈബ്രേഷൻ ലെവൽ, അതുപോലെ തന്നെ കാൾ മ്യൂട്ട്, അതുപോലെ ബെല്ല് മാത്രമാക്കണം, അങ്ങനെയൊക്കെ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. ദെൻ പവർ സേവിങ് മോഡ് മുമ്പ് പരിചയപ്പെടുത്തി കൺട്രോൾ സെൻറ്ററിൽ കണ്ടതായിരുന്നു പവർ സേവിങ് മോഡും. ദെൻ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് നമുക്ക് ലോക്ക് വെക്കാൻ പറ്റും. ദെൻ റീസെറ്റ് ഫാക്ടറി. ഇത്രയാണ് സെറ്റിങ്സിൽ. നമുക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള സെറ്റിങ്സ് വരുന്നില്ല. ഓക്കെ, പക്ഷേ ക്വാളിറ്റിയിൽ പറയുന്നത് പക്കയാണ് തന്നെയാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് വരുന്ന സെറ്റിങ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ലൊക്കേഷൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. എല്ലാം ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്താണ്ട്. ദെൻ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അലാറത്തിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സ്ക്രീനാണ്. 45mm ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്ററും കാര്യങ്ങൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രീത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ടോർച്ച് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പ്ലീസ് സൈനൊക്കെ വരുന്നുണ്ട്. ഇതിന് മെനു സ്റ്റൈൽസ് കാണാൻ പറ്റും. 11 മെനു സ്റ്റൈൽ ഞാൻ പരിചയപ്പെടുത്തിയ കിങ് ഓഫ് മെനു സ്റ്റൈലാണ് ഈ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകത. അത്രയ്ക്കും മെനു സ്റ്റൈൽസ് വരുന്ന കീഴിലെ മോഡലാണ്. ഇതിൻ്റെ മെനു സെയിൽസാണ് നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. അത്രക്കും മെനു സെയിൽസ് വരുന്ന ഒരു മോഡൽ. അപ്പോൾ ഇതുവരെ ഇത്രയും മെനു സ്റ്റൈൽ വരുന്ന ഒരു മോഡൽ ഇതുവരെ നമ്മൾ ഇത്രയും കാലം സെയിൽ ചെയ്തിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിത് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ബൈ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. IR സ്റ്റോറാണ്. നമ്മുടെ IR സ്റ്റോർ ഓൺലൈൻ സ്റ്റോറിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന ഒരു കിടിലൻ മോഡലും കൂടെയാണ് ഈ DT നമ്പർ 1. ക്വാളിറ്റിയിലെ കാര്യങ്ങളാണെങ്കിലും സ്മൂത്ത് ആണെങ്കിലും ടച്ച് ക്വാളിറ്റി, അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ടൈം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ നമുക്ക് 1 ഡേ വരുന്നുണ്ട്. നോർമൽ യൂസിങ് ആണെങ്കിൽ 3 days 2 days. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 6 days വരെ നമുക്ക് നോർമൽ യൂസിങ്ങിൽ നമ്മൾ ആവശ്യം
അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്ന കിട്ടില്ല മോഡൽ തന്നെയാണ് ഈ ഒരു DT നമ്പർ 1. അപ്പോൾ താല്പര്യമുള്ള ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്യൽ ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ഇത് ബുക്ക് ചെയ്യണം. ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് ട്രാൻസ്ഫറോ ചെയ്ത് ബുക്ക് ചെയ്താൽ മതി. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ കൊറിയറായിട്ട് അയച്ചിടും. അപ്പോൾ തന്നെ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നമ്മൾ DTDC തന്നെ കൊറിയറിന് അയക്കുക. ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യാൻ ട്രാക്ക് ID, പാക്ക് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിൽ എല്ലായിടത്തും 1-2 ദിവസം ഡെലിവറി ആവും ചെയ്യും. അപ്പോൾ സിമ്പിൾ പ്രൈസിൽ നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിൽ നമ്മൾ വിട്ടുപോയതാണ് പറയാൻ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നൊരു ഓപ്ഷനും കൂടി നമ്മൾ വന്നിട്ടുണ്ട്. വാച്ച് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു നല്ല സിമ്പിൾ പ്രൈസിൽ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങൾ വരുന്ന നല്ലൊരു മോഡലാണ് DT നമ്പർ 1. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് താല്പര്യമുള്ളവർ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.